ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെട്ടെന്നൊരു മുട്ടക്കറി ആക്കണം എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ വേഗം അതാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എളുപ്പത്തിലൊരു മുട്ടക്കറി ആക്കാം. രാത്രി വന്നിട്ടാ ആക്കുന്നത്. അങ്ങനെ പിന്നെ പൊറോട്ട കൊണ്ടുവരാം, അതുകൊണ്ട് വേഗം മുട്ടക്കറി ആക്കിക്കോ എന്ന് പറഞ്ഞതുകൊണ്ട് വേഗം എന്ത് ചെയ്തു, മുട്ടക്കറി ആക്കേണ്ട പരിപാടി നോക്കുന്നത്. അപ്പോൾ ഉള്ളിയും പച്ചപ്പറങ്കിയും ഇഞ്ചിയും പിന്നെ എല്ലാം പിന്നെ മുറിച്ചിട്ട് അത് നമ്മളിതാ കുക്കറിലാക്കാൻ പോകുന്നത്. വേഗം അത് ഉള്ളി വഴറ്റിയെടുക്കുന്നേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അങ്ങനെ ഇതാ ഉള്ളിയും പച്ചപ്പറങ്കിയും ഇഞ്ചി അതിൻ്റെ പരം തന്നെ ഞാൻ മുറിച്ചിട്ടിന്. അപ്പോൾ അതും കൂടെ നന്നായി വഴറ്റിട്ടെ. അപ്പോൾ കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്കാമല്ലോ. അങ്ങനെ ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് ഞാനെല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ ഇതാ വേഗം ഇത് എല്ലാം വഴറ്റി എടുത്തിട്ടാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് പിന്നെ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ വേഗം പിന്നെ ഉള്ളി വേഗം വഴറ്റി കിട്ടുമല്ലോ. അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇടുക. എന്നിട്ട് വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് വയ്യ നോക്കിയിട്ട് ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ എന്നിട്ട് നന്നായി ഇളക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വേഗം നമ്മൾ എന്താ പറയുക പാത്രത്തിലെല്ലാം വെക്കുന്നതിനെക്കാട്ടിയും വേഗം പെട്ടെന്ന് ആക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കിയാൽ പിന്നെ വേഗം എന്താ പറയുക പെട്ടെന്ന് ആയിക്കിട്ടും. നല്ല അടിപൊളി മുട്ടക്കറി കുക്കറിൽ വെക്കാൻ കഴിയും നമുക്ക്. അങ്ങനെ അതിനകത്ത് ഞാൻ വെളുത്തുള്ളിയും കൂടി ഇട്ട് അതും കൂടെ നന്നായി വഴറ്റിയെടുത്തിട്ടാകുമ്പോൾ നമുക്ക് തക്കാളി ഇട്ടിട്ടാകുമ്പം ഒന്ന് ഇളക്കിയെല്ലാം കൂടിയായി ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് പൊടികൾ ചേർക്കാം. ഞാൻ പിന്നെ പൊടികൾ ഓരോന്നായിട്ട് ഇടുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ എല്ലാം കൂടെ ഇട്ടേ പിന്നെ പറയാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതത് തക്കാളിയും ഉള്ളിയും ഇതെല്ലാം കൂടെ നന്നായി യോജിച്ച് വന്നിട്ടാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ പൊടി ഇതാ പറങ്കിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി എല്ലാം നല്ല ഭംഗിയായിട്ട് ഇളക്കുക. നല്ല ഇളക്കി യോജിപ്പിച്ചിട്ടാകുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ ആവശ്യത്തിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി എല്ലാം യോജിപ്പിച്ചിട്ടാകുമ്പോൾ ഉപ്പുണ്ടോ പിന്നെ എല്ലാം നോക്കുക, എന്തിൻ്റെയെങ്കിലും കുറവുണ്ടോ നോക്കുക. അങ്ങനെ ഉപ്പെല്ലാം കണക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്ന് അടച്ച് വെച്ചൊന്ന് നമുക്ക് ഒരു രണ്ടോ മൂന്നോ വിസിൽ വന്നാലും മോശമില്ല. അങ്ങനെ ഞാനൊരു 3 വിസിൽ അടിച്ചിന്. അത്ര വരെ പിന്നെ 3 വിസിലായാൽ പിന്നെ ഓഫാക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അടിപൊളി ഇതാ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൂങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് നല്ല ഇതാ ഭംഗിയായിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിന് കേട്ടോ. കറിവേപ്പില എല്ലാം ഇട്ട് നല്ല അടിപൊളിയായി. ഇനി ഇതാ ഈ മുട്ട പൂങ്ങിയത് ഞാൻ മുറിച്ചിടുക. ഇതിന് മുറിച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതാ മുട്ടയെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ നടുവേ കഷ്ണം കഴിച്ചിട്ടാണ് ഇട്ടത് കേട്ടോ. എന്നാൽ വേഗം ഉപ്പ് വരുമല്ലോ, ഇതിന് നല്ല ഇതായിട്ട് പിടിക്കുമല്ലോ. എന്നിട്ടാകുമ്പോൾ നന്നായിട്ട് ഇതിനകത്തേക്കെല്ലാം ഒന്ന് ഇളക്കി ഇതായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഇത് തിളച്ച് വരുമ്പോൾ വേണമെങ്കിൽ പിന്നെ എന്താ പറയുക തേങ്ങാപ്പാൽ ഒഴിക്കുന്നവർക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാൻ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചിട്ടില്ല. വേഗം ചടപടേ ആക്കിയാലേ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചിട്ടില്ല. തേങ്ങാപ്പാൽ വേണ്ടുന്നവർക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ നല്ലത് തന്നെ. അങ്ങനെ ഇതാ പച്ച കറിവേപ്പിലയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. എന്നിട്ട് വേണമെങ്കിൽ ഇതൊന്ന് തിളച്ച് വന്നിട്ടാകുമ്പം വേണ്ടുന്നവർക്ക് പിന്നെ ഇതുപോലെ ലേശം പച്ച വെളിച്ചെണ്ണ നനച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഞാൻ ലേശം നനച്ചു കൊടുത്തിന്. പച്ച വെളിച്ചെണ്ണൻ്റെ മുകളിൽ കൂടെ ഒന്ന് നനച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ മുട്ടക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളച്ചിട്ട് ഒന്നിതാ ഇങ്ങനെ ഒരു വറ്റി വരട്ട്, അധികം ചാറൊന്നും വേണ്ടല്ലോ, ഒന്ന് വറ്റി വരട്ട്. അങ്ങനെ നമ്മൾ അടിപൊളി മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രാത്രി പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞു, കറി പിന്നെ മുട്ടക്കറി ആക്കിക്കോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് രാത്രി മുട്ടക്കറിയും പൊറോട്ടയാണ്. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ